ഡേ 3 ഓഫ് ദുബായ്. ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പ്ലാനുണ്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടികൾ. എന്തുമാത്രം ബ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളവിടുത്തെ ലക്ഷറി വണ്ടിയാണ്, കാരണം ഇവിടെ ടാക്സ് ഇല്ല. നമ്മളവിടെ ഒരു ഫോറിൻ കാർ വരണമെങ്കിൽ 125% കസ്റ്റംസ് ടാക്സ് വരെ മാത്രം. ഇപ്പം കണ്ടില്ലേ, അതുകൊണ്ട് നമുക്ക് വേണ്ടി നിർത്തി തന്നു. നമ്മൾ ഈ ഒരു ക്രോസ് വാക്കിലെത്തിയത് ഇവിടെ വന്നെത്തി. ബട്ട് ഇവിടെ നല്ല തിരക്കാണ്. മുമ്പ് 2 ദിവസങ്ങളിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ബാഗ് വരെ ചെക്ക് ചെയ്തു. ബാഗ് വരെ മറ്റേ ട്രോൾ ചെയ്യണ മെഷീൻ കൂടെ കയറ്റി വെക്കും. ഇതൊരു CNC മിഷനാണ്. നമുക്ക് CNC മിഷൻ എന്ന് പറഞ്ഞാൽ മിഷനിൽ ഒരുപാട് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇത് XY ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ തടിയിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്യത്തില്ല, അതുപോലെ തടി, അലുമിനിയം അങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ എൻഗ്രേവിങ് വർക്ക്സ് ആണ് ഇത് മെയിൻലി ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ വർക്ക്സൊക്കെ ഇതിന് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റോബോട്ടിക് ആമുണ്ട്. ഇതിൻ്റെ കൺസോളും കാര്യങ്ങളോ. ഇപ്പോഴത്തെ ഒരു റോബോട്ടിക് ആമുണ്ട്. ഈ റോബോട്ടിക് ആം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കണ പല പല മെഷീനറീസിൻ്റെ ബിറ്റ്സ് ഉണ്ടല്ലോ, അത് തന്നെ മാറ്റി യൂസ് ചെയ്തോളും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ വെച്ച് കണ്ടൊരു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റാണ് ഇത്. അണ്ടർ വാട്ടറിൽ പോയി സ്കാൻ ചെയ്യുകയും അതുപോലെ തന്നെ 3D സ്കാൻസും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓട്ടോമേറ്റഡ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും, അതുപോലെ മാനുവൽ കൺട്രോളിങ്ങിലും ഇത് വർക്ക് ചെയ്യും. ഇതിൽ മെയിനായിട്ട് സോണാർ സെൻസേഴ്സ്, അങ്ങനെ ഒരുപാട് 3D സ്കാനേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് സമ്മർജിബിളായിട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്തുകൊണ്ട് വരും. നമ്മുടെ നാട്ടിൽ ഇത് എന്താണ് യൂസ്ഫുൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കനാലിലും പല അടുത്ത ആൾക്കാർ വീഴുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഈ മെഷീൻ ട്രാവൽ ചെയ്ത് പോയാൽ മതിയല്ലോ. നമുക്ക് കറക്റ്റ് 3D സ്കാനിങ് കാര്യങ്ങളും കിട്ടുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ നമുക്കൊരു എക്സ്പെൻസീവ് സ്പോർട്സ് കാറിനെക്കാട്ടിലും റേറ്റ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണിത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതായത് ഓട്ടോണമസ് ആണ് ഇവരുടെ മെയിൻ ഫീച്ചർ. ഓട്ടോണമസ് ആയിട്ട് പോയി കുറേ സ്കാൻ ചെയ്തുകൊണ്ട് വരും സർട്ടൻ ഏരിയ കൊടുത്താൽ. ഇതൊരു റോബോട്ടിക് ഡോഗാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയുടെ മാപ്പിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നില്ലേ ഒരു ഇതിപ്പോൾ എല്ലാം കാണിക്കുന്നതാണ് അതിൽ. അപ്പോൾ അതിന് കിട്ടുന്ന ഫീഡാണ് ആ കാണുന്നത്. ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോണാണ്, ബട്ട് കുറച്ച് അഡീഷണൽ ഫിറ്റിങ്സ് ഉണ്ട്. ഇത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വിൻഡ് ടർബൈൻ അതിൻ്റെ തിക്നെസ്സിനെ അളക്കാനും അതുപോലെ ഇതുപോലെ ഇൻസ്പെക്ഷൻസ് ചെയ്യാനുമാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓരോ വാൾസിൻ്റെ ആയാലും ഓരോ മെറ്റാലിക് സ്ട്രക്ചേഴ്സിൻ്റെ ആയാലും ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രോണാണിത്. ഈ കാണുന്നത് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ പോലത്തെ ഒരു സംഭവമാണ്. അതായത് വെഹിക്കിൾസിൽ OBD യൂസ് ചെയ്ത് ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം, അതായത് ഡ്രൈവർ എങ്ങനെ ഓട്ടിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഏത് രീതിയിലാണ് ഓട്ടിക്കുന്നത്, എവിടെയൊക്കെ പോയി, ആ കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വെച്ച് കണ്ട ഒരു സൈബർ പെറ്റാണ്, പേര് ഹബീബി എന്നാണ്. ഇവർ യൂസ് ചെയ്യണ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇത് കണ്ട ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇവരുടെ ബാക്കി സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടി. ബട്ട് സാധനം കൊള്ളാമല്ലേ, എക്സസൈസ് ചെയ്യാം. ഇവിടെ വെച്ച് കണ്ടത് ഇതാണ് ആമസോണിൻ്റെ പ്രൊഡക്ട്സാണ്. റിംഗ് ആൻഡ് ആമസോൺ കമ്പനി, ആമസോണിൻ്റെ പ്രൊഡക്ട്സാണ്. ഇതെല്ലാം സെക്യൂരിറ്റി ക്യാമറാസാണ്, അതുപോലെ ഡോർ ബെൽസ് കാര്യങ്ങളെല്ലാം. ഇതെല്ലാം വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിട്ട് നമ്മുടെ iCloudൽ വന്ന് ഇതിൻ്റെ ഡേറ്റ സ്റ്റോറായി നിൽക്കും. ഇതാണ് സംഭവം. നമ്മൾ മെമ്മറി കാർഡ് ഒന്നും ഇടണ്ട, ഒരു നല്ലൊരു വൈഫൈ ഉണ്ടായിരുന്നാൽ മതി. അലാറാം, ഗ്ലാസ് ബ്രേക്ക് സെൻസർ, അതുപോലെ തന്നെ പ്ലഗ് ഇൻ അഡാപ്റ്റർ, അതിൽ തന്നെ ബാറ്ററി പാക്കും വേറെ എന്തൊക്കെയുള്ളത്. പിന്നെ ക്യാമറാസ് നമുക്ക് മാനുവലി മാറ്റാൻ പറ്റുന്നത്. ഇതിനെല്ലാത്തിനും മോഷൻ സെൻസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ ബെല്ലിലും ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒന്ന് ബെല്ല് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കോളൊക്കെ വരും. 2-way കമ്മ്യൂണിക്കേഷൻസ് ആണ് അതിൽ. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ അതിൻ്റെ ഡെമോയും കാര്യങ്ങളുമാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ വലിയ ഡേറ്റാ സെൻറ്റേഴ്സാണത്. ഇത് എത്തിസലാത്തിൻ്റെ പവലിയനാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ പവലിയനാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. എന്താണ് ഇവിടെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് അറിയത്തില്ല, നോക്കണം. നല്ല അടിപൊളി സെറ്റ് കാറാണ് കേട്ടോ. ഏതാണെന്ന് അറിയത്തില്ല. നല്ല വലിയ കാറ്, നോർമൽ സൈസൊന്നും അല്ല, ബൾക്ക് സൈസാണ്.
പറക്കുന്ന കാറുകളുണ്ട് കേട്ടോ, ഫ്ലൈയിങ് കാർസ് ഒരുപാടുണ്ട്. ഇന്നലെ എയർ ടാക്സി കണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഫ്ലൈയിങ് കാർ ഒരുപാട് കിടപ്പുണ്ട്. ഇവിടെ മറ്റൊരു കാർ കിടപ്പുണ്ട്, ഇതും ഇലക്ട്രിക് ആണ്, ചാർജ് ആൻഡ് ഗോ. ഇതും നല്ല സീന് വലിയ വണ്ടിയാണ് കേട്ടോ. ഇതും ഒരു ഫ്ലൈയിങ് കാറാണ്, കാറെന്നല്ല ഫ്ലൈയിങ് എന്തോ ആണ്. ഒരാൾക്ക് ഇരിക്കാം, കൺട്രോൾ ചെയ്യാൻ പോവാം. ഇവിടെ അതുപോലെ മറ്റൊരു വണ്ടി കിടപ്പുണ്ട്. എന്തുകൂടെ ഇതൊക്കെ വണ്ടി തന്നെ. ഈ ഡോറുകീരികളൊക്കെ രണ്ടാൾ പൊക്കമുണ്ട്. ഇന്റീരിയറൊക്കെ വെറും പ്രീമിയം, സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള യുവയും കാര്യങ്ങളാണ്. പുറകിലും 2 പേർക്ക് ഇരിക്കാം. അതിൻ്റെയും പുറകിൽ ലഗേജൊക്കെ വലിയ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോവാം. പുറകെ മൊത്തം നല്ലൊരു ലൈറ്റിംഗ് കൺസോളാണ്. ഇതും അതുപോലൊരു ഫ്ലൈയിങ് കാറാണ്. ഓ മൈ ഗോഡ്, മറ്റൊരു തീമിലുള്ളൊരു ഫ്ലൈയിങ് കാറാണിതും. നമ്മളെ ടെസ്ല ബോട്ട് പോലെയൊക്കെ ഉള്ളൊരു ബോട്ടാണ്. ഈ കാണുന്നതൊരു ഓട്ടോണമസ് പാർക്കിംഗ് സിസ്റ്റമാണ്. പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡിവൈസിൽ വണ്ടി കയറ്റിയാൽ മതി. ഈ ഡിവൈസ് ആ ഒരു വണ്ടിയുടെ വെയിറ്റും ലോഡ് ചെയ്തുകൊണ്ട് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് ആ സെൻറ്ററിലോട്ട് കൊണ്ടുപോയിക്കോളും. നമ്മൾ ഈ വാലറ്റ് പാർക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റായി. വാലറ്റ് പാർക്കിങ്ങിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ പണിയും ഇങ്ങനെയാണ് ടെക്നോളജി കൊണ്ടുപോകും. കണ്ടില്ലേ, കൊണ്ടുപോകുന്നുണ്ടല്ലേ. ഇതുപോലെ വെയിറ്റ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്നത് അമേക്കയാണ്, അമേക്ക റോബോട്ട്. ഇവിടെ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുവഴി നമുക്ക് എന്തുകൊണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സംസാരിക്കാം. അത് വരച്ച പടമാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ജൈടെക്സ് വണ്ടിയിൽ നിന്ന് നേരത്തെ ഇറങ്ങി ദുബായിൽ ഡെസേർട്ട് സഫാരിക്ക് പോകാനുള്ളതുകൊണ്ട് ഈവൻറ്റിൻ്റെ അവിടെ നിന്ന് നടന്ന് മെട്രോ സ്റ്റേഷൻ എത്തിയപ്പം തന്നെ ഒരു നേരമായി. ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെയാണ് വന്നത്. ഫസ്റ്റ് പോയി കറങ്ങിയ 2-3 ഹാളിൽ നിന്ന് ഇതുവരെ എത്താൻ തന്നെ 1.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. മെട്രോ സ്റ്റേഷനിലെത്തി നമ്മളെ ടീമിനെല്ലാം മീറ്റ് ചെയ്തു. ഇതെല്ലാം നമ്മളെ ടീമാണ്. നമ്മുടെ ടീമെല്ലാവരും ഇവിടെ ഉണ്ട്. ഡെസേർട്ട് സഫാരിക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിൽ പോയി കയറിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മളെ ടീമെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതല്ലേ ഇവിടെ എല്ലാം നമ്മുടെ അഡാപ്റ്റ് നിന്ന് വന്ന ടീമാണ്. ഹലോ, ഡെസേർട്ട് സഫാരി തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അണ്ണൻ ഡോൺ ബാഷിങ് ചെയ്ത് പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ ഇനി അവിടെ കുതിരയുണ്ട്, അവിടെ കോട്ട് ബൈക്ക് ഉണ്ട്. അങ്ങോട്ട് ആണ് മെയിൻ പരിപാടികൾ ഇവിടെ നടക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്, സോഫ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള. അപ്പം നടുക്കൊരു സ്റ്റേജ് ഉണ്ട്, അവിടെ ആയിരിക്കും പ്രോഗ്രാംസ് നടക്കുക. ഇതാണ് ക്യാമ്പ്. ഇവിടെ ഈ ബെഞ്ച് പോലെ ഇരിക്കുന്നിടത്ത് നമുക്ക് എല്ലാവർക്കും ഇരിക്കാം, ഇപ്പം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ ഇരിക്കുന്ന VIP സെക്ഷനാണ്. അതിന് വേണമെങ്കിൽ അവിടെ ഒരു 50 ദിർഹംസ് കൊടുത്തിട്ട് വേണം കയറാൻ. പിന്നെ ഇവിടെ ഫുഡ്, കോസ്റ്റ്യൂംസ്, ഹെന്ന ഇതെല്ലാം ഫ്രീ ആണ്, ഇൻക്ലൂഡഡ് ആണ്. ഫ്രീ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡഡ് ആണ് ഈ എടുത്ത പാക്കേജ്. നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ഒരു 55 ദിർഹമാണ്. അതാണ് പാക്കേജിന് വേണ്ടി കൊടുത്തത് എല്ലാവരും കൂടി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫുഡിന് അവിടെ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോഴും ബൊഫയാണ്, നമുക്ക് പോയി അൺലിമിറ്റഡ് ഫുഡ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹെന്ന എല്ലാ പരിപാടികളും ഉണ്ട്. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ കോഫിയും സ്നാക്സും കൊടുക്കുന്നുണ്ട്. കോഫി നമ്മൾ തന്നെ ഇട്ട് കുടിക്കണം ഗ്ലാസ് എടുത്തിട്ട്. അപ്പുറത്ത് സ്നാക്സ് ഉണ്ട്, അത് പുള്ളി എടുത്ത് തരും. തുടങ്ങി ഇവിടെ ഏട്ടം അത് ഇതായിട്ടുണ്ടോ. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് നമുക്ക് വേണ്ട. ഇവിടെ സ്പ്രൈറ്റും കൊക്കക്കോള ഉണ്ട്. ബ്രോ, is this pure Coca-Cola and Sprite? Yes, pure Coca-Cola. Okay. ഒന്ന് മിക്സ് ചെയ്തിട്ടില്ലെന്ന് ഒന്ന് എൻഷുർ ചെയ്തതാ.
انت معلم واحنا منك نتعلم انت معلم واحنا منك نتعلم نسكت وانت موجود ما نرضى نتكلم نسكت وانت موجود ما نرضى نتكلم انت معلم واحنا منك نتعلم انت معلم واحنا منك نتعلم نسكت وانت. അടുത്തിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് ഇവിടെ റെഡിയായി എന്ന് പറയുന്നു. ഓ ലൈനായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എടുത്ത് തിരിച്ചു വന്നു. ഇവിടെ നമുക്ക് കുടിക്കാൻ കോളയുണ്ട്, എല്ലാം ഉണ്ട്. ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. കോളുണ്ട്. اسمع اللي يخدعك انت معلم هي انت معلم واحنا منك نتعلم معلم انت معلم واحنا منك نتعلم نسكت وانت موجود ما نرضى نتكلم نسكت. ഫയർ ഡാൻസും എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഫുഡും കഴിഞ്ഞു. ഇനി കൈ കഴുകുക, പോവുക. വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. മരുഭൂമിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. തിരിച്ച് റോട്ടിൽ എത്തി. ബസ് വന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. തിരിച്ച് മെട്രോയിൽ എത്തി. അപ്പോൾ ഡേ 3 എൻഡിങ് ഗൈസ്, എൻഡിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഡേ 4. انت في الحب عبارة تخلي العقل حيارة انت عبارة